കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പുറത്തോട്ട് പോയത് ട്രില്യൺ കണക്കിന് ഡോളറാണ്. അതും നമുക്കെല്ലാം പരിചിതമായ ടെക് ജയന്റുകളായ ഗൂഗിൾ, മെറ്റ, മൈക്രോസോഫ്റ്റ്, എൻവിഡിയ തുടങ്ങിയ കമ്പനികളുടെ. എന്തായിരിക്കും ഇതിന് കാരണം? ആ ഒരു കാരണത്തെക്കുറിച്ചാണ് നമ്മൾ ഓരോരുത്തരും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസാരിക്കുന്നത്. അതെ, ഡീപ് സീക്ക് തന്നെ. അപ്പോൾ നമ്മൾക്കെല്ലാം പരിചിതമായ ഒരുപാട് ചാറ്റ് ബോട്ടുകൾ അല്ലെങ്കിൽ AI മോഡൽസ് ഇന്ന് നിലവിലുണ്ട് അല്ലേ? ഇപ്പോൾ ഗൂഗിളിൻ്റെ ജെമിനി, അല്ലെങ്കിൽ മെറ്റയുടെ ലാമ, അതുപോലെ തന്നെ ഓപ്പൺ AI GPT, ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പക്ഷെ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പൊടുന്നനെ വന്നുകൊണ്ട് ഈ ഇൻഡസ്ട്രിയെ മൊത്തം ചലിപ്പിച്ച ഈ ഒരു AI മോഡൽ, അത് ഡീപ് സീക്കിനെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. ഡീപ് സീക്ക് എന്ന കമ്പനി ആക്ച്വലി 2023 ചൈനീസ് ബേസ്ഡ് ആയ ഒരു ഓൺട്രപ്രണർ ലിയാങ് വെൻഫെങ് തുടങ്ങിയ ഒരു സ്റ്റാർട്ടപ്പാണ്. ആൻഡ് അതിനുശേഷം ഇന്ന് അവർ ബിൽഡ് ചെയ്ത് നമ്മുടെ കയ്യിൽ എത്തിച്ചിരിക്കുന്ന ആ ഒരു AI മോഡലാണ് ഡീപ് സീക്ക് എന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഡീപ് സീക്ക് ബാക്കി AI മോഡൽസിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത്രമാത്രം അഫോർഡബിൾ ആകുന്നത്, അതുപോലെ തന്നെ ഇത്രമാത്രം ടെക് ഇൻഡസ്ട്രിയെ തന്നെ പിടിച്ചു കുലുക്കുന്നത്? അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഇതിന് ചിലവാക്കിയ കോസ്റ്റാണ്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, നമ്മുടെ എൻവയൺമെൻറ്റിനെ വരെ ബാധിക്കുന്ന രീതിയിലുള്ള വലിയ എനർജി ആവശ്യമുള്ളൊരു കാര്യമാണ് ഈ AI മോഡൽസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ അതുപോലെ തന്നെ അതിൻ്റെ കോസ്റ്റും നിങ്ങൾ കേട്ട് കാണും. കഴിഞ്ഞ ദിവസങ്ങളിൽ US ബില്യൺ കണക്കിന് ഡോളറാണ് അടുത്ത ബഡ്ജറ്റിൽ ഈ AI മോഡൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ AI ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കാൻ പോകുന്നത്. അവിടെയാണ് ബാക്കി AI ബോട്ടുകളെ, ഓപ്പൺ AI പോലെയുള്ള AI മോഡൽസിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് പലരും പറയുന്ന അതിൻ്റെ 90% കോസ്റ്റ് കുറവാണ് ഈ പറയുന്ന ഡീപ് സീക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ചിലവായത്. അതുപോലെ തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഇൻഫറൻസ്, നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയ ആൾക്കാർക്ക് അറിയാം, വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾ കൊടുക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും അത് ഇൻഫറൻസ് ചെയ്യുന്ന രീതിയും എല്ലാം ഈ ഡീപ് സീക്കിനെ മാറ്റി നിർത്തുന്നു. അതുപോലെ തന്നെ അക്യുറസി, നമ്മൾ ചാറ്റ് GPT എല്ലാം പലപ്പോഴും കുറ്റപ്പെടുത്തുന്നത് അതിൻ്റെ അക്യുറസിയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ്. എന്നാൽ അവരെല്ലാം കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡീപ് സീക്ക് വളരെ അക്യുറേറ്റ് ആണ്. മാത്രമല്ല ഒരു സാധാരണ AI യൂസറെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ടെക് യൂസറെ സംബന്ധിച്ചിടത്തോളം ഡീപ് സീക്കിനെ മാറ്റി നിർത്തുന്നത് അതിൻ്റെ ഉത്തരം തരുന്നതിന് മുമ്പ് നമ്മളോട് പറയുന്ന തോട്ട് ഐഡിയ ആണ്, അല്ലെങ്കിൽ റീസണബിലിറ്റി കാണിച്ചു തരുന്നു എന്നുള്ളതാണ്. ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് എങ്ങനെ ഉത്തരത്തിലോട്ട് എടുത്തു, ഇദ്ദേഹം ഇതാണ് ചോദിച്ചിരിക്കുന്നത്, അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിച്ച് വേണം മറുപടി കൊടുക്കാൻ. ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് അദ്ദേഹം ചോദ്യം ചോദിക്കാൻ ആ ഒരു കോണ്ടെക്സ്റ്റ് കൂടെ ഉണ്ടല്ലോ, അപ്പോൾ അതുകൂടെ ചേർത്ത് ഉത്തരം കൊടുക്കണം. ഇങ്ങനെയെല്ലാം നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന രീതിയിൽ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം തരുമ്പോൾ ആ തോട്ട് ഐഡിയ കൂടെ തരാൻ ഡീപ് സീക്കിന് കഴിയുന്നു. ഇതൊക്കെയാണ് ഡീപ് സീക്കിനെ ബാക്കി AI മോഡലുകളിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ ടെക് ഇൻഡസ്ട്രിയോട് പറഞ്ഞത് ഇത് നിങ്ങൾക്കുള്ളൊരു വേക്കപ്പ് കോളാണ്. അതുപോലെ തന്നെ പല AI എക്സ്പേർട്ടുകളുടെയും വാക്കുകൾ കടമെടുത്തു കഴിഞ്ഞാൽ AI ഇൻഡസ്ട്രിയുടെ, അല്ലെങ്കിൽ AIയുടെ ഒരു സ്പുട്നിക് മൊമെൻ്റ് ആണ് ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ ഡീപ് സീക്ക് ലോഞ്ച് എന്നുള്ളത്. AI ലോകത്ത് ഇത്തരം മാറ്റങ്ങളിൽ സ്ഥിരമായിട്ട് എക്സ്പേർട്ട് അഭിപ്രായം പറയുന്ന ജെറഡ് ഫെൽഡ്മാൻ്റെ അഭിപ്രായം നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ഡീപ് സീക്ക് ഇത്രമാത്രം സക്സസ് കൊണ്ടുവന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. 45 മടങ്ങോളം മോർ അക്യുറേറ്റ് ആണ്, അല്ലെങ്കിൽ മോർ എഫിഷ്യൻ്റ് ആണ് ഡീപ് സീക്ക് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ആൻഡ് മാത്രമല്ല, ഇത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മാത്രമല്ല കേട്ടോ, ഡീപ് സീക്ക് എന്നുള്ളതൊരു ഓപ്പൺ സോഴ്സ് AI മോഡലാണെന്നും നിങ്ങൾക്ക് ഡീപ് സീക്ക് പേപ്പർ അല്ലെങ്കിൽ ഡീപ് സീക്ക് ജേണൽ എന്ന് നിങ്ങൾ ചുമ്മാ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരെ റിസർച്ച് പേപ്പേഴ്സ് എല്ലാം ഓപ്പൺ സോഴ്സിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ എടുത്ത് മനസ്സിലാക്കാവുന്നതാണ്. എങ്കിലും അദ്ദേഹത്തിൻ്റെ T2 നമ്മൾ കോട്ട് ചെയ്യുവാണെങ്കിൽ എന്തുകൊണ്ട് ഈ ഡീപ് സീക്ക് ഇത്രമാത്രം സക്സസ്ഫുൾ ആകുന്നു, അല്ലെങ്കിൽ സക്സസ്ഫുൾ ആവാൻ കഴിയുന്നു? അതിൻ്റെ കാരണങ്ങൾ ഞാനൊന്ന് വായിക്കാം. ഒന്ന്, 32 ബിറ്റ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സിന് പകരം, അല്ലെങ്കിൽ FPN പകരം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 8 ബിറ്റാണ്. അപ്പോൾ അതെന്ത് സംഭവിക്കുന്നു? അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് മാസീവായിട്ടുള്ള മെമ്മറി സേവിങ്സിന് ഡീപ് സീക്കിന് കഴിഞ്ഞു. ആൻഡ് മാത്രമല്ല, കംപ്രഷൻ റേഷ്യോ ഒരു വെരി ഗുഡ് 93% കംപ്രഷൻ റേഷ്യോ കൊണ്ടുവരാൻ വേണ്ടി ഡീപ് സീക്കിന് കഴിഞ്ഞു. ആൻഡ് അതുവഴി കീ വാല്യൂ ഇൻഡിസസിനെ അതാണ് ആക്ച്വലി കൂടുതലും VRAM കൺസ്യൂം ചെയ്യുന്നത്, അതിൽ നിന്ന് അവർക്ക് മാറ്റി നിൽക്കാൻ കഴിഞ്ഞു. ഇതെല്ലാമാണ് എഫക്റ്റീവ്, അവസാനം കോസ്റ്റ് കുറയ്ക്കാനും ഇത്രമാത്രം എഫക്റ്റീവ് ആക്കാനും ഡീപ് സീക്കിനെ കൊണ്ട് കഴിഞ്ഞ്. ആൻഡ് മാത്രമല്ല, മൾട്ടി മോഡൽ പ്രഡിക്ഷൻ ഉപയോഗിച്ചു ഇൻസ്റ്റെഡ് ഓഫ് സിംഗിൾ ടോക്കൺ പ്രഡിക്ഷൻ. ആൻഡ് ഓൾസോ എക്സ്പേർട്ട് മോഡൽ ഡീകമ്പോസസ്. ആൻഡ് അതായത് GPU, നിങ്ങൾക്കറിയാം അമേരിക്ക, നമ്മൾ അതിനെക്കുറിച്ച് ഈ വീഡിയോയിൽ ലാസ്റ്റ് പറയും, അമേരിക്കയുടെ ടെക് വാറിനെ കുറിച്ച്. ആൻഡ് അവിടെ കൺസ്യൂമർ ഗ്രേഡ് GPUs ഉപയോഗിച്ച് തന്നെ ഈ ഇത്രയും നല്ല കംപ്രഷൻ റേഷ്യോ ഉള്ളതുകൊണ്ടും മിക്സർ ഓഫ് എക്സ്പേർട്ട് മോഡൽസ് ഉപയോഗിച്ചുകൊണ്ടും അവർക്ക് എന്ത് പറ്റി, കൺസ്യൂമർ മോഡൽ GPUs ഉപയോഗിച്ച് തന്നെ ഇത് കൊണ്ടുവരാനും കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് ടെക്നിക്കലായ കാര്യങ്ങൾ വൈ ഡീപ് സീക്ക് എത്രമാത്രം അക്യുറേറ്റ് ആണ്, അല്ലെങ്കിൽ മികച്ചതാണ് എന്നതെല്ലാം പറയുന്ന കൂട്ടത്തിൽ ഡീപ് സീക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയ ചില കാര്യങ്ങളൂടെ നമ്മൾ പറയണം. ഒന്ന്, ആ ഒരു
ബിലീഫ് ലൈക്ക് കൂടുതൽ GPU ഉണ്ടെങ്കിൽ മാത്രമേ, കൂടുതൽ കമ്പ്യൂട്ടിംഗ് എഫിഷ്യൻസി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു നല്ല AI മോഡൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കൂടുതൽ GPUs അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് കിട്ടിയാൽ മാത്രമേ കൂടുതൽ നല്ല AI മോഡൽ ഉണ്ടാക്കാൻ പറ്റൂ എന്ന ബിലീഫിനെ അങ്ങ് തകർത്ത് കളഞ്ഞു ഡീപ്സീക്ക്. അതായത് ലെസ് GPUs വെച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള ടെക്നിക്കൽ ചേഞ്ചസ് വരുത്തിക്കൊണ്ട് അവരത് അച്ചീവ് ചെയ്ത് കാണിച്ചു തന്നു. അപ്പോൾ രണ്ടാമത്തെ അച്ചീവ്മെൻറ്റ് ഇതാണ്. അമേരിക്ക എന്ന ആ ഒരു ടെക് ജയൻറ്റിനെ അല്ലെങ്കിൽ സിലിക്കൺ വാലിയെ പിന്നോട്ടടിച്ചുകൊണ്ട് നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഫോട്ടോ കണ്ടു കാണും. ഡൊണാൾഡ് ട്രംപും അതുപോലെ തന്നെ ടെക് ഇൻഡസ്ട്രിയിലെ ഭീമന്മാരെല്ലാം ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ. അതിൻ്റെ പിറ്റേ ദിവസമാണ്, അല്ലെങ്കിൽ അതിൻ്റെ തുടർന്നുള്ള ദിവസങ്ങളിലാണ് സ്നേക്ക് ഇയറിലോട്ട് കടന്ന ചൈനയിൽ നിന്നുള്ള AI എക്സ്പേർട്ടുകൾ, അല്ലെങ്കിൽ ചൈനയിൽ നിന്നുള്ള AI ഇൻഡസ്ട്രി അതിനെ അമേരിക്കൻ ഇൻഡസ്ട്രിയെ മൊത്തത്തിൽ അങ്ങ് തകർത്ത് കളഞ്ഞത്. ആൻഡ് ഇത് മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ പുറകെ കഴിഞ്ഞ ദിവസങ്ങളിൽ അലിബാബയുടെ അതുപോലെ തന്നെ മൂൺഷോട്ട് AI, അങ്ങനെ ചൈനയിൽ നിന്ന് ഒന്നിന് പിറകെ ഒന്നായിട്ട് AI മോഡൽസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് വേറൊരു വലിയ അച്ചീവ്മെൻ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AI എന്നല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നപ്പോൾ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകളിലൊന്ന് ഇത് എത്രമാത്രം ഡെമോക്രറ്റൈസ്ഡ് ആണ് എന്നുള്ളതാണ്. ഇന്ത്യ പോലെ, അല്ലെങ്കിൽ ഇന്ത്യയെ ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പല ആഫ്രിക്കൻ കൺട്രീസ് അല്ലെങ്കിൽ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങൾ, ഇവർക്കൊക്കെ എന്തെങ്കിലും ഈ AI റേസിൽ പങ്കെടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ AI മോഡൽസുമായി വരാൻ പറ്റുമോ, അത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നെല്ലാമുള്ള വലിയ പ്രശ്നങ്ങളുണ്ടാകുന്നു. ഡീപ്സീക്ക് ആക്ച്വലി ചെയ്തത് അവരുടെ AI മോഡൽ ഓപ്പൺ ആക്കുന്ന വഴി, ഓപ്പൺ സോഴ്സ് ആക്കുന്നത് വഴി AI ഡെമോക്രാറ്റൈസ് ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ CPM-ൻ്റെ സെക്രട്ടറി ഗോവിന്ദ മാഷ് പറഞ്ഞ പോലെ AI വളർന്നു വന്നു കഴിഞ്ഞാൽ അത് സോഷ്യലിസത്തിലോട്ടുള്ള ഒരു പോക്കാണ് എന്നെല്ലാം നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഇൻഫർ ചെയ്തെടുക്കാം. ആൻഡ് അത് മാത്രമല്ല, വേറെ ഒന്ന് എനർജി യൂസ്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ചെറിയ എനർജി യൂസിൽ ഇത് ചെയ്തെടുക്കാൻ വേണ്ടി ഡീപ്സീക്കിന് കഴിഞ്ഞു. അപ്പോൾ AI വലിയൊരു നമ്മുടെ മുന്നിലെ പേടിയും AI ഉണ്ടാക്കാൻ പോകുന്ന എനർജി യൂസേജും അതുമൂലം ഉണ്ടാകാൻ പോകുന്ന കാർബൺ എമിഷനും അതുമൂലം ഉണ്ടാകാൻ പോകുന്ന എൻവയൺമെൻറ്റൽ ഇമ്പാക്റ്റുകളാണ്. ലെസ് എനർജി യൂസേജിലും ഇത്രയും പ്രൊഡക്റ്റീവായ AI മോഡൽസ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് സത്യം പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും, അല്ലെങ്കിൽ ഗ്ലോബൽ ആയിട്ട് തന്നെ വലിയൊരു ആശ്വാസമാണ്. ട്രംപ് കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടിരുന്നു, എത്ര വേണമെങ്കിൽ എനർജി യൂസ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിന് അനുവദിക്കുന്ന രീതിയിൽ അമേരിക്കൻ ഭരണകൂടം ഈ ടെക് ജയൻസിനെ സഹായിക്കുമെന്നുള്ളത്. അപ്പോൾ കുറച്ച് എനർജി യൂസേജിൽ ഇതെല്ലാം ചെയ്യാൻ പറ്റുമെന്നുള്ളത് സത്യം പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു ആശ്വാസമാണ്. അപ്പോൾ ഡീപ്സീക്കിൻ്റെ അച്ചീവ്മെൻറ്റുകളും അല്ലെങ്കിൽ ഡീപ്സീക്കിൻ്റെ ഗുണങ്ങളും അത് ടെക് ഇൻഡസ്ട്രിയിൽ കൊണ്ടുവന്ന മാറ്റം എല്ലാം നമ്മൾ സംസാരിച്ചു. പക്ഷേ ഇതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് വരുന്ന പൊതുവെയുള്ളൊരു ഡൗട്ടായിരിക്കും, ഇതിൻ്റെ പിന്നിലുള്ള കൺസേണിന് അഡ്രസ്സ് ചെയ്യേണ്ടതല്ലേ എന്ന്. തീർച്ചയായും ഒരുപാട് കൺസേൺ ഇതിൻ്റെ ഒപ്പം തന്നെ വരുന്നുണ്ട്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ എല്ലാം ഡാറ്റ പ്രൈവസിയാണ്. ഒരു ഓപ്പൺ സോഴ്സ് ആണെന്നും അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് മോഡിഫൈ ചെയ്തുകൊണ്ട് നിങ്ങളുടേതായ ഒരു മോഡലായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതെല്ലാം ശരിയാണ്. അതേസമയം തന്നെ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത്, എല്ലാവരും കോഡ് ചെയ്യുന്ന ആൾക്കാരൊന്നുമല്ല, അല്ലെങ്കിൽ എല്ലാവരും ഇതിൻ്റെ മോഡൽ ഡൗൺലോഡ് ചെയ്തെടുത്തുകൊണ്ട് ഇൻ്റർനെറ്റ് ഓഫ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുമല്ല. അപ്പോൾ എവിടേക്കാണ് ഈ ഡാറ്റ എല്ലാം പോകുന്നത്? ഈ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് വേറെ എന്തെങ്കിലും വലുത് ഈ പറയുന്ന ടെക് ജയന്റുകൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊരു കൺസേൺ തന്നെയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ കൂട്ടി വായിക്കേണ്ടതാണ്, അമേരിക്ക അവരുടെ സിറ്റിസൺസിന് ഡീപ്സീക്ക് ഉപയോഗിക്കുന്നതിൽ വാണിംഗ് കൊടുത്തിട്ടുണ്ട്, ഓസ്ട്രേലിയ വാണിംഗ് കൊടുത്തിട്ടുണ്ട്, യൂറോപ്യൻ കൺട്രീസ് വാണിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വാണിംഗ് കൊടുത്തു എന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ രണ്ടാമത്തെ കൺസേൺ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ടെക് കോൾഡ് വാർ. ഒരു വലിയ കോൾഡ് വാർ എറ 1948 അല്ലെങ്കിൽ ആ ഒരു സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം നടന്നെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ടെക് കോൾഡ് വാർ ആണ്, പ്രധാനപ്പെട്ടും അമേരിക്കയും ചൈനയും തമ്മിൽ. ആൻഡ് അത് എവിടെ എത്തിക്കും ലോകത്തെ എന്നുള്ള ഒരു വലിയ ചർച്ച കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ നടക്കുന്നുണ്ട്. 3, ഓഫ് കോഴ്സ് ഇന്ത്യക്കുള്ള ചൈന ഫാക്ടർ എന്നുള്ളതാണ്. ചൈന ഇത്രയും മോഡലുകൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് ഇന്ത്യയുടെ സെക്യൂരിറ്റിക്കോ ഒക്കെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് കഴിഞ്ഞ വർഷങ്ങളിലാണ് നമ്മൾ കണ്ടത്. മുംബൈ പോലെ ഒരു നഗരത്തെ ഒരു ദിവസം മുഴുവൻ ഇരുട്ടിലാക്കാൻ വേണ്ടി ഒരു ചൈനീസ് അറ്റാക്കിന് കഴിഞ്ഞു, അല്ലെങ്കിൽ ചൈനീസ് ഡിജിറ്റൽ അറ്റാക്കിന് കഴിഞ്ഞു. അപ്പോൾ അതുപോലൊരു AI അറ്റാക്ക് നമ്മളിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് മെക്കാനിസമാണ് അതിനെ തടയാൻ വേണ്ടി നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളതും ഒരു ചോദ്യമായി നമ്മുടെ ഒപ്പം നിൽക്കുന്നു. ആൻഡ് മാത്രമല്ല, ഇതിനൊക്കെ കൂട്ടത്തിൽ AI എന്നുള്ള ആ ഒരു ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റ് മനുഷ്യനുണ്ടാക്കാൻ പോകുന്ന കൺസേൺസ്, അത് ഒരുപാട് നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളങ്ങനെ ചെയ്യാം. പക്ഷേ അത് ഇപ്പോൾ വെപ്പണൈസേഷൻ നിങ്ങൾ കേട്ട് കാണും, AI വെപ്പണൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുമോ, മനുഷ്യൻ്റെ ഇൻ്റലിജൻസിനെ എങ്ങനെ ഇതെല്ലാം അഫക്റ്റ് ചെയ്യും തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ AI പോലെയുള്ള ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ആൻഡ്
ഇതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ഇന്ത്യ ഈ റേസിൽ എവിടെ നിൽക്കുന്നു? ഇന്ത്യ കോൾഡ് വാറിൽ പങ്കെടുക്കണമെന്നൊന്നുമല്ല പറയുന്നത്, പക്ഷേ ഇന്ത്യ ടെക്നോളജിക്കലി ആയി ഈ അഡ്വാൻസ്മെൻറ്റിൽ എവിടെ നിൽക്കുന്നു? അവിടെ നമുക്ക് ഹോപ്പ്ഫുള്ളായ ഇപ്പോൾ ഇന്ത്യ AI പ്രോഗ്രാം പോലെ, നാഷണൽ മിഷൻ ഓൺ AI പോലെയുള്ള കാര്യങ്ങളെല്ലാം ഗവൺമെൻറ്റിൻ്റെയും നീതി ആയോഗ് പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. നമ്മുടെ IIT പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ഇതിൽ റിസർച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ചൈനയും അമേരിക്കയും എല്ലാം കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് പിന്നിലാണെന്ന് തന്നെ നമ്മൾ സമ്മതിക്കേണ്ടി വരും. അപ്പോൾ ഇത്തരം കൂടുതൽ ടെക് വാർത്തകളും അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാമിനേഷൻ പെർസ്പെക്റ്റീവ് ഇമ്പോർട്ടൻ്റ് ആയ വാർത്തകളും എല്ലാമായി നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.